ഇന്ത്യയിലെ ഏറ്റവും യുണീക്കായ ഒരു സംസ്ഥാനമാണ് സിക്കിം എന്നത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് സിക്കിമിനെ മറ്റു ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്ന് അനുഭവിച്ചറിയാൻ കൂടിയാണ് ഈ യാത്ര. ഇത് നമ്മുടെ സിക്കിമിലെ ആദ്യത്തെ മോർണിംഗ് ആണ്. ഹലോ, സിക്കിമിൽ നിന്നൊരു ഗുഡ് മോർണിംഗ് അല്ലേ? ഗുഡ് മോർണിംഗ്. നല്ല തണുത്ത ഗുഡ് മോർണിംഗ്. നല്ല തണുത്ത ഗുഡ് മോർണിംഗ് കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയാണ് കേട്ടോ. രാവിലെ അണിച്ചിട്ട് പറഞ്ഞാൽ നമ്മളൊരു 6 മണിക്കൊക്കെ പ്ലാൻ ചെയ്തതാണ്. ജസ്റ്റ് ഒരു 3 മണിക്കൂർ ലേറ്റായി, 9 മണി ആയി എന്നുള്ളൂ. നമ്മൾ ഇന്നലെ തണുപ്പല്ല, അതുകൊണ്ട് ആ തണുപ്പത്ത് കടന്നിറങ്ങാൻ നല്ല സുഖമാണ്. ഭയങ്കര സുഖമാണ് കേട്ടോ. പക്ഷെ എണിച്ചിട്ട് കുറച്ച് സമയമായി. നമ്മൾ നമ്മുടെ കാലിംഗ് ബ്രോയുടെ റെസ്റ്റോറൻറ്റിൽ നിന്നൊരു ചായ ഒക്കെ കുടിച്ചു. ഇപ്പോൾ നമ്മൾ ഇന്നലെ വന്ന് ഇറങ്ങിയ തിങ് ചിം സിറോ എന്ന് പറയുന്ന ഒരു ചെറിയ അങ്ങാടിയിലാണ് കേട്ടോ. ഈ സ്ഥലത്തിനെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഭൂപ്രകൃതി എങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നിട്ട് വേണമല്ലോ ബാക്കിയുള്ള കാര്യങ്ങൾ. അതെ അതെ. അപ്പൊ ഞാൻ രാവിലെ ഒന്ന് നടത്തിക്കാന്ന് വിചാരിച്ചു. നമ്മൾ നടക്കാൻ തുടങ്ങുമ്പോൾ ഇവിടെ ഒരു ജംഗ്ഷൻ കാണും കേട്ടോ. ഈ ഒരു ജംഗ്ഷനാണ് ശരിക്കും സിറോ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഈ റോഡുണ്ടല്ലോ, നമ്മൾ ഇന്നലെ വന്ന റോഡാണ്. അതായത് സിൽഗുഡിയിൽ നിന്നൊക്കെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഗാങ്ടോക്ക് പോവാതെ ഇങ്ങോട്ട് വരുന്ന റോഡാണിത്. ഡിക്ചു വഴി ഇങ്ങനെ വരുന്ന റോഡാണിത്. ഈ റോഡ് കണ്ടോ, ഇത് ശരിക്കും നമ്മൾ ഗാങ്ടോക്കിൽ നിന്ന് വേറെ വഴിക്ക് ഇങ്ങനെ വരുന്നതാണ് കേട്ടോ. ഇത് ഈ 3 റോഡും കൂടി ചേർന്ന ജംഗ്ഷനാണിത്. ഇവിടേക്കാണ് ശരിക്കും ഈ സിറോ എന്ന് പറയുന്നത്. ഇപ്പൊ ഗാങ്ടോക്കിൽ നിന്ന് വരുന്ന റോഡ് സിംഗിൾ ലൈനാണ്, ഇത് ഡബിൾ ലൈനാണ്. ഡബിൾ ലൈൻ. ഞാൻ ഇന്നലെ വന്ന ലൈൻ. നിങ്ങളിതാ ഈ കാണുന്ന ഒന്നും വിശ്വസിച്ചിട്ട് ഇങ്ങോട്ട് വരരുത് കേട്ടോ. ഇതൊക്കെ ഒരു സ്ഥലമാണ്, ഒരു രക്ഷയില്ലാത്ത. ഇന്നലെ രാത്രി വന്ന വരവ് ഒരു രക്ഷയില്ല. ശരിക്കും പകല് വരണമായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അതായത് എന്താ പറ്റിയെന്ന് വെച്ചാല്, ഈ ഒരു മല നമ്മളിപ്പോ നടക്കുന്ന ഈ മലയുടെ ഈ സ്ലോപ്പില്ലേ, ഈ സ്ലോപ്പ് നേരെ താഴോട്ടേക്ക് ഒരു സൗണ്ട് കേൾക്കുന്നില്ലേ, അത് നമ്മളുടെ തീസ്താർ റിവർ ഒഴുകുന്നത്. അപ്പൊ ഇത് ഇടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അങ്ങടെ ഇരുന്ന് പോകും. അപ്പൊ അതിൻ്റെ അത് വലിയ വെള്ളം വന്നപ്പോ കുറെ സൈഡ് ഭാഗം ഇരുന്ന് അങ്ങ് പോയി. ശരിക്കും റോഡ് അങ്ങനെ അടർന്നാണ് പോയത്. നമുക്ക് ശരിക്കും കാണാൻ പറ്റും. രാത്രി ആയപ്പോ പിന്നെ അധികം കാണാൻ പറ്റില്ലാന്നുള്ളൂ. അത് വരുന്ന വഴി നല്ല രസം, കുറെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള റോഡാ. ഭംഗിയും അതിന്റെ കൂടെ അഡ്വഞ്ചറും ഭീകരതയും ഒക്കെ ഉണ്ട്. ഞാൻ ഇപ്പോൾ അവിടെ ചായ അടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേ കാലിം ബ്രോയുടെ റെസ്റ്റോറൻറ്റിന്റെ വിൻഡോ കൂടി നോക്കുമ്പോൾ മലയിൽ ഇങ്ങനെ ഇവിടെയും കാണാം ഈ ലാൻഡ് സ്ലൈഡിൻ്റെ ആയത്. വെള്ള വര. മലയിൽ എവിടെ നോക്കിയാലും നിറയെ വെള്ള വരകൾ കാണാം. അപ്പോൾ അതൊക്കെ ലാൻഡ് സ്ലൈഡാണ്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറയാം ഇവിടെ കോമൺ ആണ്. ഗുഡ് മോർണിംഗ്. ചോട്ടാ യൂട്യൂബർ. ഞാൻ ഇടത്തനാട്ടിൽ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ചുറ്റും കാണുന്ന ആൾക്കാർ ഇങ്ങനെ വിളിച്ച് സംസാരിക്കില്ലേ, അതിനേക്കാളുമാണ് കേട്ടോ സുധി ഈ നാട്ടിൽ കൂടി നടക്കുമ്പോൾ അയലോക്കത്ത് നിന്ന് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ഇവനെ വിളിച്ചുകൊണ്ടിരിക്കും. കാരണം ഇവൻ ഇവിടുത്തെ ആളായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒരു സുഹൃത്താണ് പ്രേരണ എന്നുള്ള പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ്ട്. ഇവരൊക്കെ ഉണ്ടല്ലോ ഹോട്ടല് അതുപോലെ റെസ്റ്റോറന്റ് ഒക്കെയാണ് ഇവർ നടത്തുന്നത്. നോർത്ത് സിക്കിമില് വലിയ ഒരു 3.5 കിലോമീറ്ററോളം ദൂരം റോഡ് ഇടിഞ്ഞു പോയി. അപ്പൊ ലാച്ചൻ ഗുരുദാങ്മാർ അതൊക്കെയാണ് മെയിൻ ടൂറിസ്റ്റ് സ്പോട്ട് ഇവിടുത്തെ നോർത്ത് സിക്കിമിൽ. ഒരു 3.5 കിലോമീറ്ററോളം റോഡ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടോ. ആ റോഡ് അവിടെ ഉണ്ടായിരുന്നതിന് യാതൊരു തെളിവ് പോലും ഇല്ലാന്ന്. അപ്പോൾ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകൾക്കൊക്കെ പോകുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ ടൂറിസ്റ്റുകൾ വരാത്തത് കാരണം ടൂറിസം മേഖല കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ഫ്രീ, അവർക്കൊന്നും ജോലിയില്ല. റോഡ് റെഡിയാണ്. ഇനിയിപ്പോ ഗവൺമെന്റിന്റെ പുതിയ റോഡ് ഉണ്ടാക്കി. അത് പെർമിഷൻ കിട്ടിയിട്ട് മേ ബി ഈ വീക്ക് അവസാനത്തോടെ തുറക്കുന്ന പറയും. അപ്പൊ പിന്നെ അവിടെ ഒന്നുകൂടി ആക്റ്റീവ് ആവും. പുറത്തിറങ്ങി വരണം. കാണുന്ന ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരണം. അതെ. വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ നോർത്ത് സിക്കിമിലേക്ക് വരാൻ നോക്കണം കേട്ടോ. ഈ സിക്കിം എന്ന് പറയുമ്പോൾ നമുക്ക് ഗാങ്ടോക്ക് മാത്രമാണ് ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുള്ളൂ, നാഥുല പാസ് ഒക്കെ. പക്ഷേ ഈ നോർത്ത് സിക്കിം അടിപൊളി സ്ഥലങ്ങളാണ്. ഇതാണ് അപ്പോൾ പ്രേരണയുടെ വീട് കേട്ടോ. അവർ നമ്മളെ വീടൊന്ന് കാണാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്താ. പ്രേരണയുടെ അമ്മയുടെ അനിയത്തിയുടെ വീടാണ്, സ്വന്തം വീടല്ല അല്ലേ? ഓക്കെ, നമസ്തേ. ഇവിടെ പല കമ്മ്യൂണിറ്റികൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതില് ഇവര് വിഷയം വേണ്ടിയിട്ട് നോർമൽ ഇപ്പം നേപ്പാളി അവരാണെങ്കിൽ നമസ്തേ ഉണ്ട്, സെവാരോ ഉണ്ട്, പിന്നെ താഷിദിലയുണ്ട്. സെവാരോ കോൺസ ലാംഗ്വേജ് സെവാരോ നേപ്പാളി. പിന്നെ വേറെ ഏതാ പറഞ്ഞത്? താഷിദിലെ. അതേത് ഭാഷ? അതേതാ? ഷെർപ്പ ഭാഷ. നേപ്പാളിലെ വേറൊരു ഭാഷ. നേപ്പാളിൽ നിന്ന് അതായത് സിക്കിം എന്ന് പറയുന്നത് ശരിക്കും ഈ 3 രാജ്യങ്ങളുടെ ടിബറ്റ്, നേപ്പാള്, ഭൂട്ടാന്, ഇന്ത്യ, ഇവിടെ നല്ല ആളുകൾ ഒരുമിച്ച് ഇവിടെ ഉണ്ട്. അത് അങ്ങനെ തന്നെയാണല്ലോ. അതായത് മനുഷ്യൻ അതിർത്തികൾക്കപ്പുറം സാംസ്കാരികമായിട്ട് ഇങ്ങനെ ലയിച്ച് കിടക്കുകയാണല്ലോ. അത് ഭാഷയായിട്ടാണെങ്കിലും ഭക്ഷണമായിട്ടാണെങ്കിലും ജീവിത രീതിയായിട്ടാണെങ്കിലും ഒക്കെ ഇങ്ങനെ ലയിച്ചാണ് പോവാണ്. അല്ലാതെ ഒറ്റ കട്ടിങ് അല്ലല്ലോ.
അതിന്റെ ഭാഗമായിട്ടാണ്. പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ആ സിക്കിം എന്ന് പറയുന്നത്. ശരിയാ. ചെറിയ സ്ഥലമാണെങ്കിലും പല ആളുകളുണ്ട്, ഭാഷയിൽ തന്നെ പല ഇതുണ്ട്. എന്നാൽ ഇവര് അധികം നേപ്പാളി ഭാഷയാണ്. നേപ്പാളി ഇവരെ പ്രൈമറി സംസാര ഭാഷ നേപ്പാളിയാണ്. നടക്ക്, അവര് വിളിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട് ചായ കുടിക്കാൻ. ഷൂ അയക്കണ്ടേ? എന്താ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇത് ഇവരുടെ മുറ്റം പോലെയാണോ? ഔട്ട് ഹൗസ് ആണല്ലേ? അല്ല, അടുക്കളയും അതുപോലെ തന്നെ താമസ സ്ഥലം ഇവിടെ സെപ്പറേറ്റ് ആയിരിക്കും. അങ്ങനെ കുറെ സ്ഥലങ്ങളിലുണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്. ഇതാണ് കേട്ടോ അവിടെ കിച്ചൺ. നല്ല ചെറിയ സൗകര്യങ്ങളാണെങ്കിലും നല്ല വൃത്തിയുള്ളൊരു കിച്ചണാണ് അല്ലേ? പിന്നെ ഇവർക്കുണ്ടല്ലോ ഈ പാത്രങ്ങൾ ഭയങ്കര പ്രൈസാണ്. പാത്രങ്ങള് ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെ, ഒരു സ്വത്ത് പോലെ ഇവർ വാങ്ങിക്കില്ല. പല സ്ഥലങ്ങളിലും ഉണ്ട് അത്. ഞാനിവിടെ മഹാരാഷ്ട്രയിലൊക്കെ കണ്ടിട്ടുണ്ട്, വില്ലേജുകളിൽ പോയപ്പോൾ. ഇങ്ങനെ അവർക്ക് അത്യാവശ്യമായിരിക്കില്ല എങ്കിൽ പോലും ഇങ്ങനത്തെ കുറെ വലിയ വലിയ പാത്രങ്ങൾ വാങ്ങി വെക്കും. അതല്ലേ ആ സിസ്റ്റം അല്ലേ? നല്ല രസമാണ് ഇവർ അടിച്ചു വെക്കുന്നത് കാണാൻ. പിന്നെ പാത്രങ്ങളിൽ തന്നെ നമ്മുടെ നാട്ടിൽ മറ്റേ പഴയ അപ്പച്ചട്ടി ഇല്ല, അപ്പച്ചട്ടി എന്ന് പറയുന്നത് ആ സാധനം ഇവിടെ ഉണ്ട്. അപ്പച്ചട്ടിയോ? ഇതെങ്ങനെയാ അപ്പച്ചട്ടിയോ? ഇതിന്റെ അകത്ത് ഇവര് മറ്റേ ഇത് മൊമ്മയൊക്കെ ആക്കാൻ വേണ്ടിട്ടൊക്കെ. ഓ, ആ സാധനം. അഭിമന്യുവിന്റെ ഒക്കെ വീടുണ്ട് കൊട്ടാക്കമ്പൂര്, വട്ടവട അപ്പുറത്ത്. അവിടെ ചെറിയ ചെറിയ വീടുകളാണ്. പക്ഷെ അവരുടെ ഒക്കെ വീട്ടില് ആ ഒരു വീട്ടിലെ ആവശ്യമുള്ളതിന്റെ ഒരു 10 ഇരട്ടി പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ ഉണ്ടാവും. എന്നിട്ട് ഇത് ഇവര് ഡെയിലി വൈകുന്നേരം എടുത്തിട്ട് കഴുകിയിട്ട് പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ ഉണക്കിയെടുക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് അത്ര വലിയ ഉപയോഗമൊന്നുമില്ല. പക്ഷെ കുറെ പാത്രങ്ങൾ ഉണ്ടാവും ഇവിടെ. പിന്നെ ഉണ്ടല്ലോ ഈ ബർത്ത്ഡേക്കൊക്കെ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇല്ലേ ഗിഫ്റ്റ് കൊടുക്കുമ്പോഴും ഈ ചെമ്പിന്റെ പാത്രം ഇല്ലേ, അങ്ങനത്തെ കൊടുക്കുന്നത്. ഇതേ രീതി നമുക്ക് ചായ ഉണ്ടാക്കുന്നു. ഹായ്, ഹലോ, ഇൻസ്റ്റഗ്രാം. ഇവരൊക്കെ അയൽവാസികളാ? ബന്ധുക്കളൊക്കെ നമ്മളെ കാണാൻ വന്നാണോ? അങ്ങനെ. ഓക്കെ. കാര്യം എന്ന് പറയുമ്പോ നാട്ടിലെ യൂട്യൂബേഴ്സിന് വലിയ വിലയില്ലാത്തുള്ളൂ. ഭയങ്കര വിലയല്ലേ? ഇനി എല്ലാ യൂട്യൂബേഴ്സും ഇങ്ങോട്ട് വരും. വന്നോ? അല്ല, ഭയങ്കര സ്നേഹമാണ്. അടിപൊളി മനുഷ്യന്മാരാണ്. ദേവു ഭവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഭയങ്കര ഇതായിട്ടുള്ളത്. പോടാ. പോടാ. യു ഗോ മാൻ. അതാണ് പോടാ എന്ന് പറയുന്നത്. पिक्चर में देखा ना, पिक्चर में. ओ निपो मोने नॉट पोना, पोडा भैया, पोडा. इल्ले. ചായ റെഡി ട്ടോ. താങ്ക് യു. നേരം വെളുത്തിട്ട് രണ്ടാമത്തെ ചായ കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ കുറച്ച് ചായ കുടിച്ച് മരിക്കുമല്ലോ. ഈ പോകുന്ന വീട്ടിൽ നിന്നൊക്കെ ചായ കുടിക്കുകയാണ്. ഇവര് വിളിച്ചു കഴിഞ്ഞ് ചായ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ നിരസിക്കാൻ പാടില്ല, നമ്മൾ കുടിക്കണം. വിഷമാവൂലേ? ചായ പിന്നെയും കുടിക്കട്ടെ. വേറൊരു സിസ്റ്റം ഉണ്ട് ഇവിടെ അല്ലേ? ഇന്നലെ വന്നിട്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മലയാളി നമ്മളെ പയ്യന്മാരൊക്കെ പാടി ഇങ്ങോട്ട് എന്നില്ലാണ് എനിക്ക് ഡൗട്ട്. അതായത് കാലിംഗ് പറഞ്ഞ എന്താ അറിയോ, ഇന്നലത്തെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇവിടുത്തെ മദ്യത്തിന്റെ വിലക്കുറവ്. അതുകൊണ്ട് കൂടി ആയിരിക്കാം. പിന്നെ ഇവരുടെ ഒരു കാലാവസ്ഥയും ഇവരുടെ ഒരു ശീലം കൊണ്ടൊക്കെ മദ്യം ഇവിടുത്തെ ഒരു സാധാരണ സംഭവമാണ്. അപ്പോൾ കാലിം പറഞ്ഞതാണ്, നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളടുത്ത് വെള്ളം വേണമെന്ന് ആരും ചോദിക്കില്ല, പകരം ഈ കുപ്പി എടുത്ത് മുന്നിൽ വെക്കുകയാണ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. മദ്യമാണ് വെള്ളത്തിന് പകരം പോലും ഇവര് ഓഫർ ചെയ്യാന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ഇവിടുത്തെ കല്യാണത്തിനൊക്കെ വേറൊരു പ്രത്യേകതയുണ്ട്. കല്യാണത്തിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് സ്വർണത്തിന് അല്ലെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങൾ ഭയങ്കര അലങ്കരിച്ച പന്തലുകൾക്ക് മുടക്കുന്നതിനേക്കാളൊക്കെ പൈസ മുടക്കുക മദ്യത്തിനാണ്. മദ്യസൽക്കാരം, ഒരു കല്യാണം കഴിഞ്ഞ ഒരാള് മദ്യസൽക്കാരം ചെയ്യണം. ഇവര് ലോൺ എടുത്തിട്ടാണേലും ചെയ്യും. അപ്പം അതിലും വേറൊരു കൗതുകം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പോയിട്ട് കഴിക്കുന്ന ഒരാൾ മിനിമം, ഇപ്പൊ ബിയറാണ് മെയിൻ ആയിട്ട് ഇവര് കൊടുക്കുന്നത്, 3 ബോട്ടിൽ ബിയർ കഴിക്കണം മിനിമം. നിർബന്ധമാണോ? അതവരുടെ ആചാരത്തിന്റെ ഭാഗമാണ്. 3 എങ്കിലും കഴിക്കണം. ഞാനേ ഇവിടെ ഭൂട്ടാനത്തെ ഒരു കഥ കേട്ടിട്ടുണ്ട് കേട്ടോ. അവര് റൈസിന് ഉണ്ടാക്കുന്ന ഒരു മദ്യമാണ്. അവര് വീട്ടിലൊക്കെ സാധാരണ എല്ലാവരും കുടിക്കുന്ന സാധനം. നമ്മളൊരു വീട്ടിൽ ഗസ്റ്റ് ആയിട്ട് ചെന്ന് കഴിഞ്ഞാല് നമ്മൾ കുടിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാതിരിക്കാം. പക്ഷെ ഒരു ഗ്ലാസ് ഒഴിച്ച് തന്നിട്ട് നമ്മൾ കുടിച്ചാല് പിന്നെ 2 കൂടി നിർബന്ധമായിട്ട് കുടിക്കണം. കുടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 3 ഗ്ലാസ് നിർബന്ധമായിട്ട് കുടിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടാന്ന് വെക്കാം. അതുപോലെയല്ലേ ഒരു ബോട്ടിൽ ബിയർ തന്നിട്ട് നമ്മൾ അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിർബന്ധമായിട്ടും 2 ബോട്ടിൽ കൂടി കുടിച്ചിരിക്കണം എന്ന്. പിന്നെ കഴിക്കുന്ന ആളാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് കഴിപ്പിച്ചിട്ടേ വിടൂ.
ആർക്കൊക്കെയോ ലഡു പൊട്ടുന്നുണ്ട് മനസ്സിൽ. ചായ കുടിച്ച് നമ്മൾ പുറത്തിറങ്ങിട്ടോ. നിറയെ കോഴികളുണ്ട്. ഇവിടെ മിക്ക വീടുകളിലും ഇവര് കോഴീനെ വളർത്തൂത്രേ. ദേശി മൃഗ, നാടൻ കോഴി. പിന്നെ ഇതാ നമുക്ക് ഇവരുടെ വീടിന്റെ പുറകിലേക്കൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. നല്ല ഭംഗിയിൽ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. മരം കൊണ്ടാണല്ലേ വീട് ഉണ്ടാക്കുന്നത് അല്ലേ? ഉപയോഗിക്കുന്നു അല്ലേ? പാറപ്പുറത്താണ് വീട് നിൽക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ വലിയ പാറയാണേ. പാറ കട്ട് ചെയ്തിട്ടൊരു സ്പേസ് വഴി ഉണ്ടാക്കിയ പോലെ ഉണ്ട് കണ്ടിട്ട്. ഇത് കോഴിക്കോട്. നല്ല ഭംഗിയുള്ള കോഴിക്കോടാണല്ലോ. ബാക്ക് സൈഡിലാണ് പൂക്കൾ 3 സ്റ്റോറിയാണ് കേട്ടോ കോഴിക്കോട്. 3 തട്ടുള്ള കോഴിക്കോട് അല്ലേ? ഫ്ലാറ്റിൽ താമസിക്കുന്ന കോഴികളാണ് അപ്പാർട്ട്മെന്റിൽ. ഇതെങ്ങോട്ടാ? ഇതേ അതെ, നേരെ താഴേക്കാട്ടോ. ഇവിടെ ഈ വീടുകളുടെ ഒക്കെ പുറകിലേക്ക് ഇങ്ങനത്തെ വലിയ കുഴികളാണല്ലേ, കൊക്ക പോലെയാണ്. താഴത്തെ ടീ സ്റ്റാർ റിവറാണ്. ഇതിന്റെ പുറകിൽ എന്ത് ഭംഗിയാണ് കാണാൻ ഈ വീട്. നോക്ക്, ഇത്ര ചെറിയ വീടാണെങ്കിൽ എന്ത് രസമാണ്. അത് നൈസായിട്ടുണ്ട് കേട്ടോ. നിറച്ച് പൂക്കളൊക്കെ ചെടികളൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഇവിടെയൊക്കെ ശരിക്കും ശ്രദ്ധിക്കണ്ടല്ലേ, കുട്ടികളൊക്കെ ആണെങ്കിൽ നോക്കി എന്തൊരു താഴേക്ക്. ചെറിയൊരു കെട്ട് പോലും, മതിൽ കെട്ട് പോലും ഇവർ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഡേഞ്ചർ അല്ലേ? ഇവിടുത്തെ പിള്ളേർക്കൊക്കെ അത് അവരൊക്കെ ആയിരിക്കും. അതന്നെയാണല്ലോ. ശരിയാ. വാഴയുടെ ഹൈറ്റ് കണ്ടോ? വാഴ ഈ ഇതിന്റെ ലെവലിലേക്ക് എത്താൻ വേണ്ടിട്ടേ വാഴ അങ്ങോട്ട് വളർന്നു വന്നേക്ക. നല്ല ഹൈറ്റ് ഉള്ള വാഴ കേട്ടോ. ഇതാണ് ഇത്. അയൽവാസികളാണ്. ഇവിടെ ഒരു ഓറഞ്ച് മരം ഉണ്ട് കേട്ടോ. എടാ, ഓറഞ്ച് കിട്ടുമോ? പക്ഷെ ഇപ്പത്തെ ഓറഞ്ച് തിന്നാൻ പറ്റുന്ന ഓറഞ്ച് അല്ലെന്നാണ് ഇവർ പറയുന്നത്. പുഴു ഉണ്ടാവും പോലെ, പുഴുക്കുത്ത്. ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ഓറഞ്ച് ഉണ്ടാവുന്ന പറയുന്നത്. ഇപ്പൊ പുഴു ഉണ്ടാവുന്ന? പക്ഷെ നമ്മൾ വരുന്ന വഴിക്ക് കുറെ ഓറഞ്ച് കച്ചവടക്കാരുണ്ട്. ലോക്കൽ ഓറഞ്ചാന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഉള്ളവർ ഇപ്പത്തെ ഓറഞ്ച് കഴിക്കില്ല. ഇവിടെ ഉള്ളവർ കഴിക്കില്ല ഉണ്ടാവുള്ളൂ. ഇവർക്ക് ഏറ്റവും നല്ലത് വേണ്ടി വരും. അതുകൊണ്ടാ നമുക്കൊക്കെ കഴിക്കാമായിരിക്കും. നമുക്ക് കഴിക്കാം, എന്നാലും ആ ഒരു പുഴു ഉണ്ടാവും. അതെ, ഈ തണുപ്പ് വരുമ്പോഴത്തേക്കും പുഴു ഉണ്ടാവില്ല. നമുക്ക് നോക്കിയാലോ, ട്രൈ ചെയ്താലോ. ഇവരുടെ ഭാഷയിൽ അഡാട്ടെ എന്നും നേപ്പാളി ഭാഷയിൽ പുഷ്ടകാടി എന്നോ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞിട്ടോ. അങ്ങനെ അറിയപ്പെടുന്ന ഒരു സസ്യമാണ് കേട്ടോ. ഇത് കൃഷിയായിട്ടൊക്കെ ഒരുപാട് ഏരിയയിലൊക്കെ കൃഷിയായിട്ടൊക്കെ ചെയ്യാറുണ്ട്. അത്രേ ഇതിലൊരു കിഴങ്ങുണ്ടാവും. ആ കിഴങ്ങ് ഇവർ കഴിക്കാനും അതുപോലെ ഈ വളർത്തുമൃഗങ്ങൾക്ക് കൊടുക്കാനൊക്കെ ഉപയോഗിക്കും. അതുപോലെ അതിൽ നിന്ന് ഒരു മദ്യം ഇവരുണ്ടാക്കാറുണ്ട്, ലോക്കൽ മദ്യം. അഡാട്ടെ. ദീദി അപ്പൊ നമ്മളെ നടക്കാൻ ഇറങ്ങിയ പ്ലാനിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. പറഞ്ഞോ നീ? ഓക്കെ, ബൈ ബൈ ബൈ. ഫിർമിലേക്ക ബൈ. കുളിക്കുകയാണോ? ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് കുളിയാണല്ലോ. തണുപ്പല്ലേ വെള്ളത്തിന്? വെള്ളം തണുപ്പല്ലേ? പതുക്കെ ഒന്ന് നനച്ചു വിടുകയാണ്. ഹിന്ദിയിൽ പറയാൻ അഡ്ജസ്റ്റ്മെന്റ് കുളിയാണ് ഹിന്ദി പറയാം. അത് ഞാൻ അങ്ങനെ ഹിന്ദി പറയാം. ഓ आपका बात है ना, थोड़ा एडजस्ट करके कर रहे हैं ना, अच्छा से बात नहीं कर रहे. मैं एडजस्ट करके बोल रहा हूं, ऐसे बात नहीं है. ओके ओके भैया, ठीक है, बाय बाय, फिर मिलेंगे. आते रहिए. നമ്മൾ ആക്ച്വലി നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേ, നമ്മളെ ഷിഖയുടെ വീട് ഒരു 2 കിലോമീറ്റർ താഴത്തേക്കാണ്. അപ്പം അവിടേക്ക് ഒന്ന് പോയിട്ട് അവരുടെ വീടും ഞാൻ പറഞ്ഞേ, ഇന്ന് നമ്മൾ ഇവിടെ വന്ന സ്ഥലമല്ലേ, ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം നമ്മുടെ വേറൊരു സുഹൃത്തുണ്ട്, ബിരാജ്. ഇന്നലെ കണ്ടായിരുന്നു ബിരാജ് ഭയ്യ. പുള്ളി വിളിച്ച് പുള്ളി എങ്ങോട്ടോ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. തിരിച്ച് നടക്കാം നമ്മൾ. ബൈ ബൈ ബൈ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വീണ്ടും അങ്ങാടിയിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ വന്നപ്പോൾ നമ്മുടെ ബിരാജ് ഭയ്യ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്. गुड मॉर्निंग, गुड मॉर्निंग. कैसे हो? तो नींद कैसे हुआ? हम तो 2 बजे आके रात सोया ना. പുള്ളിയുടെ പേര് ഞാൻ ഇന്നലെ മുതൽ ബിരാജ് എന്നാണ് വിചാരിച്ചത്. ബിരാജ്, ബുദ്ധരാജ് എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് അല്ലേ? ഓക്കെ ഓക്കെ. ബി രാജ് എന്നാണ് കേട്ടോ. പുള്ളിയുടെ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ഇവിടുത്തെ പെട്രോൾ പമ്പിൽ കയറിയ ശരിക്കും ഇവിടുത്തെ പെട്രോളിൻ്റെ പ്രൈസ് എത്രയാണ് നമുക്ക് നോക്കണ്ടേ. 101 രൂപയാണ് കേട്ടോ. 101 രൂപയാണ് പെട്രോളിന്. ഡീസലിന് 88.95. അതാണ് ഈ പമ്പിൻ്റെ പശ്ചാത്തലം. നോക്കി എന്ത് ഭംഗിയല്ലേ. പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരാൻ പറഞ്ഞു ബിരാജ് ഭയ്യ. എവിടുന്നാ കഴിക്കുന്നത്? ഖാലിംഗ് ഭയ്യൻ്റെ റെസ്റ്റോറൻറ്റ് തന്നെയാണ് കഴിക്കുന്നത്. ദൈവം വീണ്ടും ഗുഡ് മോർണിംഗ് പറഞ്ഞ് കടയിൽ കയറി പോകുന്നുണ്ട്. ഒക്കെ എൻ്റെ കൂട്ടുകാരായിരിക്കും.
അത് ചുനു ദീദിയാണ് കേട്ടോ. അതായത് നമ്മുടെ ഷിഖയുടെ മൂത്ത സിസ്റ്ററാണ്. അവർക്ക് ഇവിടെ ഒരു ഷോപ്പുള്ളതാണ്, അവരുടെ ഷോപ്പാണിത്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നെ പരിചയപ്പെടാം കേട്ടോ. ഇപ്പോൾ നമുക്ക് കുറച്ച് തിരക്കുണ്ട്. അപ്പോൾ നമ്മളിതാ നമ്മുടെ കലിംഗ് ബ്രോയുടെ റെസ്റ്റോറൻറ്റ് വന്നിരുന്നപ്പോഴത്തേക്കും ഫുഡും വന്നു കേട്ടോ. റൊട്ടി ഉണ്ട്, സബ്ജി ഉണ്ട്, പിന്നെ ദാലാണോ, ദാൽ കറി ഉണ്ട്, ഒരു ചമ്മന്തി പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. പൊതുവേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടോ അതോ ഉണ്ടല്ലേ? ഉണ്ട്. റൊട്ടിയൊക്കെ തന്നെ ആയിരിക്കും. റൊട്ടി ചോറായിരിക്കും അധികം. അതെല്ലേ, ചോറ് മെയിൻ. റൈസ് നല്ല കഴിക്കും അല്ലേ? ഒരു തരം ഇല, പിന്നെ നമ്മുടെ കിഴങ്ങ് ഇട്ടിട്ടുള്ള ഒരു കറി ഉണ്ട് കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. പിന്നെ തക്കാളി കൊണ്ടുള്ള ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ചമ്മന്തി പോലത്തെ സംഭവം, നല്ല എരിവുണ്ട്, പക്ഷെ അതും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് ചീരയാണ് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത്, കലിംഗ് ബ്രോ പറഞ്ഞത് ഒരു തരം ചീര എന്നാണ്. അപ്പോൾ ഒരുപാട് തരം ചീരകൾ ഇവിടെ ഉണ്ടാവും. ഇവിടെ ഞാൻ ആദ്യം വന്ന സമയത്ത് നമ്മളിങ്ങനെ നടക്കാൻ ഇറങ്ങിയ സമയത്ത് ബിരാജ് ഭായി എനിക്കൊരു ഇല പറിച്ചു തന്നു. ഇത് ഞങ്ങളുടെ ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഇതാണ്, ഇലക്കറിയാണ്. ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് അതുകൊണ്ട് ഉണ്ടാക്കുന്ന കറി എന്ന് പറഞ്ഞു തന്നു. ഞാൻ പറഞ്ഞു ഭയങ്കര അതിശയത്തോടെ ഒക്കെ നോക്കി നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വീഡിയോ എവിടെയോ കണ്ടു പരിചയമുള്ള പോലെ ഒരു ഫീല്. അത് കഴിഞ്ഞിട്ട് ചൊറിയാൻ തുടങ്ങി അങ്ങോട്ട്. നമുക്ക് നമ്മുടെ നാട്ടിലെ ഇപ്പോൾ ചൊറിയണ ചെറിയ ചൊറിയണല്ലേ, ഇവിടെ വലിയ ചൊറിയണുണ്ട്. എന്താ പേര് ചൊറിയണം എന്ന് പറയാം അവിടെ. അതാണോ അത്? വലുത് കറി വെക്കും. കല്യാണത്തിനൊക്കെ മെയിൻ വിഭവം നമ്മളവിടെ ഉണ്ടോ? പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ ഞങ്ങള് അവിടെയൊന്നും വെക്കലില്ല. വൈൽഡ് അവക്കാഡോ ആണ് കേട്ടോ. അത് നമ്മുടെ നാട്ടിൽ ബട്ടർ എന്ന് പറയും. അവക്കാഡോ, കാട്ടു ബട്ടർ. ഹെവി പ്രോട്ടീൻ റിച്ച് കണ്ടന്റ് ആണോ? ഇത് പൊട്ടിച്ചേ. ഇത് പൊട്ടിക്കുന്നതിന് മുമ്പ് അതിനൊക്കെ ഇതുണ്ട്. അതെന്തിനാ പൊട്ടിക്കാൻ നീങ്ങിയിരിക്കുന്നത്? ഓ ഇങ്ങനെ പണ്ട് ഞങ്ങൾ പഴുക്കാത്ത പഴം ഇങ്ങനെ പഴുപ്പിച്ച് കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു ഞെക്കി പൊട്ടിക്കും. എന്താ ജ്യൂസ് ആയി പോയോ? നിന്റെ ഉരുട്ടല് കുറച്ച് അധികമായി പോയോ? അവക്കാഡോ അടിപൊളി. ഇതില് വൈൽഡ് ആയതുകൊണ്ടായിരിക്കും ഇതിന്റെ ഫ്ലഷ് കുറവാ അല്ലേ? കാമ്പ് കുറവാ, ചെറുതാ, മധുരമൊന്നുമില്ലല്ലോ. ഉണ്ടാവില്ല. അവക്കാഡോക്കെ ഇവിടെ മധുരം, പക്ഷെ നല്ല സാധനം പറഞ്ഞ് തന്നാണ് കഴിക്കുന്നത്. അത് ഹെവി പ്രോട്ടീൻ റിച്ച് ആണ്. ഇവിടെയുള്ള ആൾക്കാരുടെ ആരോഗ്യം വേണ്ട ആവശ്യമില്ല. നമ്മുടെ സാധാ അവക്കാഡോന്റെ പോലും ടേസ്റ്റ് അല്ല കേട്ടോ, വേറെ ടേസ്റ്റ് ആണ് അല്ലേ? കഴിച്ചേക്കാൻ കഷ്ടപ്പെട്ട് പുള്ളിയോട് നോക്കിയിട്ടുണ്ട്, അതുകൊണ്ട് കഴിച്ചേക്കാം. ടേസ്റ്റ് ഇല്ല കേട്ടോ. അത് ആദ്യം കഴിക്കുമ്പോ അങ്ങനെയാ, പക്ഷെ ഒരു കയ്പൊക്കെ ഉണ്ടാ. അതൊക്കെ ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോ നാക്കിന് ഒരു തരിതിരിപ്പൊക്കെ വരും. അല്ലേ? ഇതൊക്കെ ഇതിന്റെ ഭാഗമാ. എന്നാ ശരി, ബൈ. ഇവരിത് ഞാൻ നല്ലോണം കഴിക്കുന്നുണ്ട് കേട്ടോ. ഫുൾ ടൈം എല്ലാവരും ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുന്നു. ഇത് കടയിൽ കിട്ടുന്ന ഈ ഇപ്പൊ സീസണാ, കാട്ടിൽ പോയിട്ട് പറിച്ചിട്ട് വരുന്നയാ. ഓ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നല്ല വിലയുണ്ടാവും. ഇത് ഒരു പീസിന് ഈ ഒരു സാധനമല്ലോ, ഇത് ഒരെണ്ണത്തിന് ഗാങ്ടോക്കിലാണെങ്കിൽ 15 രൂപ 10 രൂപ ആ റേഞ്ച് ഉണ്ട്. അത് ശരി, ചെറുതാണല്ലോ എന്നിട്ടും അല്ലേ? ശരി, എന്നാ കഴിച്ചേക്കാം. इसका जो पेड़ है ना, ये आई थिंक 7 साल में एक बार देगा इसका फल. 7 साल में 1 साल देगा. सो कॉस्ट है इसका. ഈ ചങ്ങായി ചില്ലറക്കാരനല്ല കേട്ടോ, നമ്മളിതിനെ വില കുറച്ച് കാണാൻ പറ്റില്ല. അതായത് നമ്മളെ നീലക്കുറിഞ്ഞിന്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ ഇതിന്റെ ഒരു മരം 7 വർഷത്തിൽ ഒരിക്കലേ ഇത്ര കായ്ക്കുള്ളൂ. അതുകൊണ്ടും കൂടി ആയിരിക്കും ഇതിന് ഇത്ര ഡിമാൻഡ് കേട്ടോ. നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഒരു പീസിന് 15 രൂപയൊക്കെ വില ഉണ്ട്. ചെറിയ സാധനമാണ്. കാട്ടിലെ കരടികളില്ലേ, കരടികളുടെ പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളിൽ ഒന്നാണിത്. ഇത് വല്ലപ്പോലും കിട്ടുള്ളൂ, കിട്ടുമ്പോ കഴിക്കൂലേ? വർഷത്തിൽ കിട്ടൂലോ. പല പല മരങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ? കുറേ മരമുണ്ട്. ഒരു മരം 7 വർഷത്തിൽ അങ്ങനെ തരുന്നുള്ളൂ. ഓക്കെ ഓക്കെ. അന്നേരം ഇത് ഹൈ റിച്ച് പ്രോട്ടീൻ ആണല്ലോ. അപ്പൊ ഇത് കരടികൾ കുറെ നാൾ വിന്റർ ആകുമ്പോഴത്തേക്ക് ഉറക്കം പോകുമല്ലോ. അപ്പൊ അതിന് മുമ്പായിട്ട് ഈ സാധനം കുറെ കഴിക്കും. മുമ്പായിട്ടാണ് ഈ സാധനം പൂക്കും കഴിക്കുന്നത്. അത് ശരി, ഈ സമയത്ത്. അത് നല്ല ഐഡിയ കേട്ടോ. വിന്ററിന് മുമ്പായിട്ട് ഇത് കുറെ കഴിച്ചിട്ടാണ് കിടന്നുറങ്ങുക. നൈസ് പരിപാടി. ഇന്നലെ വന്നപ്പോ കലിംഗ് ബ്രോയുടെ വക നമ്മളെ സ്വീകരിച്ചിട്ടോ. ബിരാജ് ബ്രോ, फर्स्ट अफ अल चाहिँ म उहाँलाई वेलकम गर्छु सर. फर्स्ट अफ अल त आपको सिक्किम में वेलकम करते हैं, क्योंकि आप इतना दूर से आए हैं. वेलकम तो फर्स्ट बनते हैं हम लोग के लिए ना. तो
सर को थोड़ा सा खादा लगा देते हैं ऐसे करके वेलकम करते हैं वेलकम टू नॉर्थ सिक्किम है कि नहीं അടിപൊളി മനുഷ്യന്മാരുണ്ട് കേട്ടോ. ഈ സാധനം ഇവർക്ക് കുറെ ആവശ്യം ഉണ്ടാവുമല്ലോ അല്ലേ? ഓരോ ആളുകൾ വരുമ്പോഴും ഇതിങ്ങനെ കല്യാണത്തിനൊക്കെ പോകുമ്പോ ഇല്ലേ ഇതുപോലത്തെ ഇത് കൊണ്ടുപോകും. ഓക്കെ ഓക്കെ. പെണ്ണിനും ചെക്കനും ഇട്ട് കൊടുക്കും. ഓരോരുത്തരും പോകുമ്പോ കൊണ്ടുപോകും. ബർത്ത്ഡേക്ക് അങ്ങനെ ഓരോ പരിപാടിക്കും ഇതിന്റെ ഇതുണ്ട് സാധനം. खादा खादा यस അപ്പൊ നമ്മള് ബിരാജ് ഭയ്യ പോവാം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ. ഇത് ഒരു ഭയങ്കര വാല്യൂ കൊടുക്കുന്ന സംഭവമാണ് കേട്ടോ. അപ്പൊ നമ്മളും അതിന് ഭയങ്കര വാല്യൂ കൊടുക്കണം. ഇവര് ഇന്ന് നമ്മളെ ആദരിച്ചതാണ്. അപ്പൊ ഇന്ന് മുഴുവൻ ഇതിങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇതിനകത്ത് കളറിൽ കുറെ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ മരിച്ചാലൊക്കെ ഇവരിങ്ങനെ ഒരു സംഭവം വിരിക്കുന്നത് അത് വൈറ്റ് ആയിരിക്കും. പിന്നെ ഇവിടുത്തെ കുറേ വിഭാഗങ്ങളുണ്ടല്ലോ. അപ്പോൾ ഓരോ വിഭാഗത്തിൻ്റെയും ഓരോ ആചാരങ്ങൾക്കനുസരിച്ചിട്ട് ഇതിൻ്റെ കളറ് വ്യത്യാസം വരുത്തണേ. നമുക്കിപ്പോൾ അതാ ഈ ഒരു കളറാണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഇന്നിത് ഇവിടെ കിടക്കട്ടെ. നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ഇതുവരെ ഒരു ഐഡിയ കിട്ടിയിട്ടില്ലല്ലോ. ഓ ആപ്കാ ചാനൽ ഓക്കെ ഇതാട്ടോ ബിരാജ് സിക്കിം വ്ളോഗ്സ്. അതായത് ഇവർക്ക് രണ്ടുപേർക്കും യൂട്യൂബ് ചാനൽ ഉണ്ട്. അഭിയായോ ഇദ്ദേഹത്തിന്റെ ചാനലിന്റെ പേര് ഇദ്ദേഹത്തിന്റെ ചാനലിന്റെ പേര് ബിരാജ് സിക്കിം വ്ളോഗ്സ് എന്നാണ് കേട്ടോ. അതെ അതെ അതെ. ഇദ്ദേഹത്തിന്റെ ചാനലിന്റെ പേര് ഖാലിംഗ് 26 വ്ളോഗ്സ് എന്നാണ്. രണ്ടുപേരുടെയും ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇവരുടെ ഭാഷ മനസ്സിലാവേ വീഡിയോ എൻജോയ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇവർ നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഓരോ കാര്യത്തിനും. അതുകൊണ്ട് ഇവർക്കൊരു സപ്പോർട്ട് എന്ന കണക്ക് ഇത് കാണുന്ന ആൾക്കാർ ഇവരെ കുറിച്ചിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇവരുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. ഒരു സ്പെഷ്യൽ റിക്വസ്റ്റാണ്. ഞാൻ എൻ്റെ ചാനൽ പോലും സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെടാറില്ല. ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ചെയ്യട്ടെ എന്നാണ് വിചാരിക്കാറ്. പക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും ഖാലിം 26 വ്ളോഗ്സും ബിരാജ് സിക്കിം വ്ളോഗ്സും രണ്ട് ചാനലും ഒന്ന് ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്ത് കുറച്ച് കമൻറ്റ് എന്തെങ്കിലുമൊക്കെ ഇടുകയും ചെയ്യാം. ഓക്കെ സപ്പോർട്ട് ബോത്ത് ഓഫ് യു. ഞാൻ അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പുറപ്പെടാം. ഓക്കെ ഓക്കെ. गाड़ी भी कितना धोए हो हाँ सुधीर जी. നമ്മൾ ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഡ്രൈവ് ചെയ്തിട്ട് ഇവിടെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടോ. നല്ല ഭംഗിയുള്ള മരം കൊണ്ടുണ്ടാക്കിയ ഒരു ഷെഡാണ്. അപ്പോൾ അവിടെ അതിൻ്റെ മുമ്പിൽ കുറേ കത്തികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ആല ആയിരിക്കുമല്ലോ അത്. അയ്യോ അതെന്താ സംഭവം? അയ്യോ दऊ बोलते हैं. ദൗ इसको लाइक बॉम्बॉक बोलते हैं लाइक लोकल लैंग्वेज पे. इसको बॉम्बॉक बोलते हैं. बॉम्बॉक हाँ यस. तो इसको खुरपा बोलते हैं. खुरवा हाँ यस. जैसे जंगल फाड़ने के लिए कार्डोमाम वगैरह जो साफ करने के लिए ये यूज करते हैं. ഓക്കെ 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 ഓക്കെ. ग्रास कटिंग के करने കാട് വെട്ടാൻ യൂസ് ചെയ്യുന്ന കത്തിയാണ്. കാടമോ? അതാണ് ഉദ്ദേശിച്ചത്. ബ്ലാക്ക് കാടമോ? ഇതിനൊരു കവർ ഉണ്ടല്ലോ. മരം കൊണ്ട് തന്നെ കവറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. വെപ്പൺ ഫോർ local people, Bhutia community, Lepcha community, they used to carry this one. Oh. Basically, this one is for cutting. അവിടുന്ന് വീണ്ടും വണ്ടി കയറിയിട്ട് കുറച്ചുകൂടി മുന്നിക്ക് വന്നിട്ട് വീണ്ടും നിർത്തിയിട്ടോ. ഇവിടെ നമുക്കൊരു ബ്രിഡ്ജ് കാണാനുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ വഴിക്ക് ഇങ്ങോട്ടാട്ടോ നമ്മൾ വന്നത്. ഇവിടെ ഒരു പഴയ തൂക്കുപാലത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. ഇവിടെ കണ്ടോ അതിൻ്റെ മുകളിലേക്ക് എന്തിനോ അവർ കയറിയിട്ടുണ്ട്. എന്തോ മുള വെട്ടാനോ ഒക്കെ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയ സ്റ്റെപ്പാണ് കേട്ടോ. കോണി ഉണ്ടാവും. അതെ ഇങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ ഈ ബ്രിഡ്ജ് കാണാം. അതായത് ഒരു നല്ല ആഴത്തിലാണ് കേട്ടോ പുഴ നിൽക്കുന്നത്. ഈ പാലത്തിനൊരു റെക്കോർഡുണ്ട്. അതായത് ഇത് പണിയുന്ന സമയത്ത് ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ പാലമാണത്രേ ഈ ഒരു പാലം. നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല ആഴത്തിലായിട്ട് കിടക്കുന്നത്. ചിലപ്പോൾ പിന്നീട് വേറെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ പണിയുന്ന സമയത്ത് അങ്ങനെയാണെന്നാണ് പറഞ്ഞത്. ഈ പുഴയുടെ പേരാണ് റെങ് റിവർ. റെങ് റിവർ എന്നാട്ടോ പറഞ്ഞത്. RANG റെങ് റിവർ. അതുകൊണ്ട് തന്നെ ഈ പാലത്തിനും അതേ പേരാണ് റെങ് ബ്രിഡ്ജ് എന്നാണ് പറയുക. ഇത് ഇവിടെ നോക്കുമ്പോൾ ഭയങ്കര രസമാട്ടോ കാണാൻ. എന്ത് മനോഹരമായ വ്യൂ ആണെന്ന് നോക്കി. ഇത് കണ്ടോ. പക്ഷെ താഴത്തേക്ക് അധികമൊന്നും വെള്ളമല്ല. വെള്ളം വളരെ കുറച്ചേ ഉള്ളൂ. എന്തൊരു നാടാണെന്ന് അറിയാം. നമ്മൾ ഭൂട്ടാനിലൊക്കെ പോയ ഭൂട്ടാൻ്റെ ഒക്കെ ഏകദേശം അതുപോലെ തന്നെ ഉള്ളൊരു ഭൂപ്രകൃതിയാണല്ലോ. ഫുള്ള് മലകളാണ്. കംപ്ലീറ്റ് മലകളുടെ നാടാണ്. ഞാൻ ആദ്യം ബ്രിഡ്ജ് എന്ന് പറഞ്ഞപ്പോൾ ഇത് ടീ സ്റ്റാർ റിവർ ആണെന്നാണ് വിചാരിച്ചത്. ഓക്കെ ആ സംഭവമാണ് കേട്ടോ. അത് ടീ സ്റ്റാർ റിവർ ഉണ്ടോ അങ്ങനെ ഒഴുകുന്നുണ്ട്. ഈ റിവർ ഇതാ ഇങ്ങനെ പോയിട്ട് ടീ സ്റ്റയിലേക്ക് ചെന്ന് ചേരാണ്. അതായത് ടീ സ്റ്റാർ നദിയുടെ ഒരു പോഷക നദിയാണ് അല്ലേ.
ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇതിന്റെ ഹൈറ്റ് കുറഞ്ഞു. ഇതിന് മുമ്പ് ഇവിടെ സ്ലൈഡ് നടന്നില്ലേ, സ്ലൈഡ് നടന്നപ്പോ ഇതിന്റെ ഇവിടെ എല്ലാം വന്ന് മണ്ണടിഞ്ഞു. ഓ അപ്പൊ പാലത്തിന്റെ ഹൈറ്റ് കുറഞ്ഞു. ആ പാലത്തിന്റെ ഇതിന്റെ ആഴം കുറഞ്ഞു. ആഴം കുറയുമ്പോ പാലത്തിന്റെ റെക്കോർഡും പോകും. ഇതില്ലല്ലേ കാലിൽ തൂണില്ലാത്ത പാലമാണ്. അപ്പുറത്ത് നമുക്കൊരു തൂക്കുപാലം വേറെയും കാണാം. പിന്നെ ആ സ്ഥലം ഇല്ലേ, അത് ഇവർക്ക് പോലും എൻട്രി റെസ്ട്രിക്ഷൻ ഉള്ള ഏരിയ ആണ് ആ കാണുന്ന മലകൾ. അതെന്താ? അതാണ് പറഞ്ഞു ഇവിടുത്തെ ഇൻഡിജിനസ് ആയിട്ടുള്ള ആളുകൾ മല അതാണ്. ഇവിടെ പണ്ട് മുതലേ താമസിക്കുന്ന ജനവിഭാഗം കണ്ടിട്ടോ, ഇൻഡിജിനസ് പീപ്പിൾസ്. അപ്പോ ഗോത്രവർഗ്ഗക്കാരല്ലേ ഇവിടുത്തെ ഒറിജിനൽ, ഇവിടുത്തെ യഥാർത്ഥ ആൾക്കാർ കേട്ടോ. അവര് താമസിക്കുന്ന ഏരിയകളൊക്കെ അവിടേക്ക് ഇവിടുത്തെ ആൾക്കാർക്ക് പോലും പോകാൻ പറ്റില്ല. പിന്നെ എന്തോ DC ഓഫീസിൽ പോയിട്ട് പെർമിറ്റ് എടുത്തിട്ട് പോകാന്നൊക്കെ പറഞ്ഞു. നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടല്ലേ, നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും പോകാൻ പറ്റുമെന്ന്. പോകാൻ പറ്റുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല രസമുണ്ട് അവരുടെ ഒരു വീടും കൃഷിയിടം നോക്കിയാൽ മറ്റേ തട്ടുതട്ടായിട്ടുള്ള മറ്റേ കൃഷിയിടങ്ങൾ. പക്ഷെ എന്തെന്നായാലും ഇപ്പോൾ രസത്തിന്റെ അല്ല, നമ്മള് അവരാണല്ലോ ഇവിടുത്തെ യഥാർത്ഥ ആൾക്കാർ. അപ്പൊ അവരൊന്ന് ഇവിടെ വന്ന സ്ഥിതിക്ക് കാണാൻ പറ്റി കഴിഞ്ഞാൽ അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ ബ്രിഡ്ജ് ഭയങ്കര ഇമ്പോർട്ടന്റ് ബ്രിഡ്ജാണ് കേട്ടോ. അതായത് നമ്മൾ നിന്ന സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്തിന് ഈ നോർത്ത് സിക്കിമില് ലാച്ചൻ എന്നൊക്കെ പറയുന്ന സ്ഥലത്തേക്ക്, അതായത് ആ ഭാഗത്താണ് ചൈന ബോർഡറൊക്കെ വരുന്നത് കേട്ടോ. ആ സ്ഥലവുമായിട്ട് ബന്ധിപ്പിക്കുന്ന പാലം എന്ന നിലക്ക് ഈ ബ്രിഡ്ജിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ദാ നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തിട്ട് വീണ്ടും പുറപ്പെട്ടു കേട്ടോ. 6 ജില്ലകളാണ് മെയിനായിട്ട് സിക്കിമിൽ 6 ജില്ലകളാണ്. ഓക്കെ ഓക്കെ. ഇത് നമ്മുടെ മംഗൻ. Yeah, we headed towards Mangan. That portion is a Jammu. And Jammu is one of the largest area. Like if you add 4 districts, Jammu is more bigger than that. Okay. I see. Jammu. Population wise, Jammu is a very less populated, but area wise it's quite big. Okay. അവിടുന്ന് കുറച്ചുകൂടി മുന്നിലേക്ക് വന്നപ്പോൾ ഇവിടെയൊക്കെ കണ്ടോ, അത്യാവശ്യം നല്ല റോഡല്ലേ, വലിയ കുഴപ്പമില്ല കേട്ടോ കാണാൻ. പക്ഷേ നമ്മൾ വരുന്ന വഴിക്ക് വേറെ കുറച്ച് റോഡുകൾ കിട്ടിട്ടോ. കുറച്ച് ഭാഗം നമ്മൾ പറഞ്ഞില്ലേ ഇന്നലെയൊക്കെ, ആ ലാസ്റ്റ് ഉണ്ടായ ലാൻഡ് സ്ലൈഡിൽ മൊത്തം പൊളിഞ്ഞു പോയതാണ്. അതിലിങ്ങനെ കല്ലിൽ കൂടിയാണ് കേട്ടോ ശരിക്കും നമ്മൾ കയറി വന്നത്. ഇപ്പോൾ ഇതാ ഇവിടെ ഒരു ചുരം റോഡാണ്. അവിടെ ഒരു വളവിൽ ജസ്റ്റ് വണ്ടി നിർത്തിയിട്ടോ. ഇവിടെ നമ്മൾ വരുന്ന വഴിക്കൊക്കെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കടകൾ കണ്ടിരുന്നു കേട്ടോ. വെൻഡിങ് കാർട്ട്, ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, ഗവൺമെൻറ് ഓഫ് സിക്കിമിൻ്റെ അംഗീകാരമുള്ള ചെറിയ ഷോപ്പാണ് കേട്ടോ. അതായത് ഇവർ വീട്ടിൽ വിളയിച്ചെടുക്കുന്ന പച്ചക്കറികളും സംഭവങ്ങളൊക്കെയാണ്. അതെ, എൻ്റെ രണ്ടറ്റം അങ്ങനെ കട്ട് ചെയ്ത പോലെ കണ്ടപ്പോൾ ഞാനത് കപ്പയാണ് മുറിച്ച് വെച്ചിരിക്കുകയല്ലേ. ഞാൻ ആദ്യം വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇവർക്ക് കപ്പ കൃഷിയുണ്ട്. പക്ഷെ ഇവരുണ്ടല്ലോ കപ്പ നമ്മള് നാട്ടിൽ പുഴുങ്ങി കഴിക്കുന്ന പോലെ കഴിക്കില്ല. പിന്നെ ഇവര് പ്രധാനമായിട്ട് ഇതും കൊണ്ട് ഇവര് ദാരു ഉണ്ടാക്കും. കപ്പ കൊണ്ട് മദ്യം ഉണ്ടാക്കും. എല്ലാ സാധനം കൊണ്ടും ഉണ്ടാക്കാല്ലേ. എന്ത് കണ്ടാലും അതുകൊണ്ടൊക്കെ അവർ ദാരു ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതാ മത്തനുണ്ട്, മത്തൻ, ഇഞ്ചി ഉണ്ട്. ഇതെന്താടാ ഇത്? എന്തോ സാധനം എനിക്ക് അറിഞ്ഞൂടാ. കൈപ്പക്കയാണോ? हिमालयन करेला बोलते हैं इसको. बिटर गार्ड. ओके. हिमालयन. അത് കൊള്ളട്ടെ. ഹിമാലയൻ കൈപ്പക്ക അല്ലേ? അടിപൊളി, ഇൻട്രസ്റ്റിംഗ് ആണ്. ഹിമാലയൻ കൈപ്പക്ക ഉണ്ട്. ഇത് നമ്മുടെ ഇതെന്താണ്? പടവലങ്ങ. ഈ മുളക് എന്തോ സ്പെഷ്യൽ ആണല്ലോ. ഇത് നമ്മളുടെ ബോക്സി മിർച്ചി ഇല്ലേ, താഴെയുള്ളത് സെക്കൻഡ് എരിവ് കൂടിയ സാധനം, സെക്കൻഡ് ഹോട്ടസ്റ്റ് അല്ലേ? ഓക്കെ. അതിനുശേഷം ഈ പൊതിനെ പറ്റി എന്താ പറഞ്ഞല്ലോ? ഇത് ഫെർമെന്റഡ് സോയാബീൻ. എന്തിനാ ഉപയോഗിക്കാം? ഇത് കണ്ടോ, ഒരു ഇലയിൽ പൊതിഞ്ഞ് വെച്ചേക്കാം കേട്ടോ. ഫെർമെന്റഡ് സോയാബീൻ അത്രേ. ഇത് സ്പെഷ്യലായിട്ട് നോർത്ത് ഈസ്റ്റിൽ പല സ്റ്റേറ്റുകളിലും, ഭൂട്ടാനിലും നേപ്പാളിലും പിന്നെ ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് അത്ര. ഞാൻ ആദ്യമായിട്ട് കാണാണ് ഫെർമെന്റഡ് സോയാബീൻ വിൽക്കാൻ വെച്ചേക്കുന്നു. ഈ ഇദ്ദേഹത്തിൻ്റെ ആയിട്ടോ. ഹലോ, നാം ലളിത. ഓക്കെ. അവരുടെ ഉണ്ട് ഈ ഷോപ്പ്. പിന്നെ വേറെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പച്ചക്കറികൾ, ഈ ഇലവർഗ്ഗങ്ങൾ ഒക്കെ ഉണ്ട്. പിന്നെ ചൂലൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ചൂല് അതെന്താ? ഇതാ നീ പറഞ്ഞത്? തൂവ. ചൊറിയുന്ന സാധനം നമ്മുടെ നാട്ടില് ഇത് കയ്യിൽ തട്ടിയ ചൊറിയും. പതുക്കെ അവിടെ വെച്ചോ. അത് ശരി.
നിങ്ങളോ? Yeah, it's a fern. Baby fern. ഫേണാണ്. Yeah. Good source of iron and vitamin. ഓ, വൈറ്റമിൻ്റെയും അയണിൻ്റെയും ഗുഡ് സോഴ്സ് ആണ് അത്ര. അടിപൊളി. ഈ സാധനം നമ്മൾ രാവിലെ റൊട്ടിയുടെ കൂടെ കഴിച്ചു കേട്ടോ. ആ ഒരു ലീഫ്. ഇത് നമ്മുടെ മല്ലിയിലയാണ്. ഇതെന്തിന്റെ പറഞ്ഞ കടുകിന്റെ അല്ലയോ? കടുകിന്റെ അല്ല, എല്ലാം ബോയിലാ. ഒരു മസാല അധികം ഇടാതെ നമ്മൾ രാവിലെ പോയ വീട്ടിൽ നിന്ന് ചേച്ചി പറഞ്ഞായിരുന്നു ഇവര് കാര്യമായിട്ട് മസാലകൾ ഉപയോഗിക്കില്ല കേട്ടോ. ജസ്റ്റ് വെള്ളത്തിലിട്ട് പുഴുങ്ങി കഴിക്കുന്ന പരിപാടിയാണ്. ബോയിലധികം. ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്ന പോലെ ഇവിടെ പിന്നെ സ്കിന്നിന്റെ ഒരു തിളക്കവും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതായിരിക്കും അല്ലേ. നമുക്ക് രഹസ്യം എന്താന്ന് നമുക്ക് ഇനി ഫുള്ള് ബോയിൽ, ഇന്ന് പോലെ ബോയിലുണ്ട്. മുളകും മഞ്ഞളൊക്കെ പോട്ടെ. എനിക്ക് കുറച്ച് തിളക്കം വന്നിട്ടുണ്ട്. ഒരാഴ്ച ഞാനിവിടെ അതായിരിക്കും. നമ്മൾ അവിടുന്ന് പുറപ്പെട്ടിട്ട് കുറച്ചും കൂടിയും ദൂരം ഓടിട്ടോ. ഇവിടെ കണ്ടോ ഈ റോഡൊക്കെ ഇവിടെയൊക്കെ, പക്ഷേ അത്രയ്ക്ക് മോശമല്ല, എന്നാലും വലിയ കുഴപ്പമില്ല. ഈ ഒരു ഏരിയ ആണ് അത്ര ഇപ്പോൾ അന്ന് ആ ലാൻഡ് സ്ലൈഡ് ഉണ്ടായപ്പോൾ ഏറ്റവും ഭീകരമായിട്ട് ബാധിച്ച സ്ഥലം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞിങ്ങോട്ട് പോകുന്നതായിരുന്നു അത്രേ. ഇവിടെ കുറേ പേര് മരിക്കൊക്കെ ചെയ്ത സ്ഥലമാണ് കേട്ടോ. വീടുകളൊക്കെ കണ്ടോ, ഇങ്ങനെയൊക്കെ നിൽക്കുന്ന വീടുകളാണ്. ഇവിടെയൊക്കെ ഉരുൾപൊട്ടലുണ്ടായുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കും. ഇവിടെയൊക്കെ മൊത്തത്തിൽ അങ്ങോട്ട് ഒലിച്ച് പോയി എന്നാട്ടോ പറഞ്ഞത്. പുള്ളി പറയാണ് ഇങ്ങനെ വണ്ടി വരുന്ന സമയത്ത് ഇവിടെ മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം മഴ തന്നെയാണ്, നിൽക്കാത്ത മഴയായിരിക്കും. അതിൽ തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത് ഭയങ്കരമായ മഴയായിരുന്നു ഇത്രേ. കുറേ കാലത്തിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ ബാരിഷ് അങ്ങനെ തന്നെ പറയാം. അതിൻ്റെ ഒപ്പം ലാൻഡ് സ്ലൈഡും. चाइना से आ रहा है, चाइना से। चाइना से आ रहा है? हाँ, चाइना से आ रहा है, चाइना बॉर्डर से आ रहा है। ചൈന ബോർഡർ से आ रहा है? चाइना बॉर्डर से आ रहे हैं, देखिए ना आर्मी गाड़ी। ഓക്കെ ഓക്കെ ഓക്കെ. ചൈന ബോർഡറിൽ നിന്ന് വരുന്ന ആർമി വെഹിക്കാണ് കേട്ടോ. അവർക്ക് പോകാൻ വേണ്ടി നമ്മള് എങ്ങനെ അധികം ദൂരമൊന്നുമില്ല. മല അപ്പുറം ചൈനയാ. 2 മലപ്പുറം 2 മല അപ്പുറം. പോയാലോ? നമുക്ക് പോവാം. വിസ ഇല്ലാതെ വേണമെങ്കിൽ തുറന്നു കയറാനൊക്കെ പറ്റും. ചൈനയിൽ പോണ്ട, ചൈന ബോർഡറിന് പോവാ അല്ലേ? നമുക്ക് നോക്കാം. നമുക്ക് ബാഗ് ഉണ്ടെങ്കിൽ തുറക്കും, അങ്ങനെയാണെങ്കിൽ നമുക്ക് പോവാം. അല്ല, തുറന്നാലും നമുക്ക് എങ്ങനെ പോകാൻ പറ്റും? അല്ല, അങ്ങോട്ട് പോവാം, ബോർഡറിലേക്ക് പോവാനേ. ഓ, അതിപ്പോ ക്ലോസ്ഡാ? അതിന് ശേഷം ട്രാൻസ്പോർട്ടേഷൻ ഒന്നും ഇല്ല ഇവിടെ. ഓക്കെ. നാദിലെയാണ് ഓപ്പൺ ആയിട്ടുള്ള ഒരു ബോർഡർ ഉള്ളത്. വേറെ ഒരെണ്ണം ഉണ്ട്. നമ്മൾ അതെല്ലാം പുറകെ വരും. സസ്പെൻസ്. ഓക്കെ ഓക്കെ. देखिए अभी भी आ रहा है आर्मी लोग। ആർമി വെഹിക്കിൾ കുറെ ഉണ്ട് കേട്ടോ. വരിക്ക് വരുന്നുണ്ട്. അതെ അതെ അതെ. തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലയാണ്. इधर से लगाओ। ഒരുപാട് ആർമി ട്രക്കുകൾ പോകുന്നുണ്ട്. കോൺവോയ് ആണ് ഇതൊക്കെ. ആ ചൈന ബോർഡറിലെ അവിടുന്ന് വരുന്നതാണ്. അങ്ങനെ പട്ടാളക്കാരെ വണ്ടി പോയതിനു ശേഷം ഞങ്ങൾ വീണ്ടും അവിടുന്ന് പുറപ്പെട്ടു കേട്ടോ. ഈ മുമ്പിൽ കാണുന്നത് കണ്ടോ, ഇങ്ങനെയുള്ള വണ്ടികളാണ് കേട്ടോ ഇവിടുത്തെ പ്രധാനപ്പെട്ട പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം. ഈ വണ്ടി പോകുന്നത് ചൈനീസ് അതിർത്തി പ്രദേശത്തെ സിങ്താം എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കാണ് കേട്ടോ. നമുക്കും എന്തായാലും അവരുടെ പുറകെ തന്നെ പോവാം. ഇന്ന് നമ്മൾ ജസ്റ്റ് ഈ നാടിനെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ഇറങ്ങിയതാണല്ലോ. ബാക്കി അടിപൊളി കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.